യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6 മുതലുള്ള ചില വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-6 മുതൽ. യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ എന്നെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? ഫിലിപ്പോസ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ. ഈ വാക്യങ്ങൾ പിതാവ് തന്നെയാണ് യേശു എന്ന് സമർത്ഥിക്കുവാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്. പിതാവായ ദൈവവും യേശുക്രിസ്തുവും ഒരാൾ തന്നെയാണ് എന്ന്. ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് മനുഷ്യർ വഴുതി വീഴുന്നത്. 6-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നാണ്. ഒരു വഴി എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ഥലത്തേക്കോ ഒരാളിൻ്റെ അടുക്കിലേക്കോ എത്തുവാനുള്ള ഒരു മുഖാന്തരമാണ് ഒരു വഴി. യേശുക്രിസ്തു ഒരു വഴിയാണെന്ന് പറയുകയാണ് ശിഷ്യന്മാർ. ഞാനൊരു വഴിയാണ്. എങ്ങോട്ടുള്ള വഴിയാണ്? മനുഷ്യനെ സംബന്ധിച്ച് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യനെ എത്തുവാനുള്ള ഒരു വഴി യേശുക്രിസ്തു ആണെന്നാണ് യേശുക്രിസ്തു തന്നെ പറയുന്നത്. അപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അക്ഷരാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുക എന്നുള്ള ആശയമല്ല. കാരണം പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആർക്കും ഒരു നാളും കാണാൻ കഴിയുന്നതുമല്ല. പിതാവായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യരാരും കാണാത്തവനാണ്, കാണുവാൻ കഴിയാത്തവനുമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ
പിതാവിനെ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെയിരിക്കെ മനുഷ്യനെങ്ങനെയാണ് പിതാവിൻ്റെ അടുക്കൽ എത്തുന്നത്? പിതാവ് എപ്പോഴും സ്വർഗസ്ഥനാണ്. യേശുക്രിസ്തു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരോട് പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവിൻ്റെ അടുക്കൽ എത്തണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നമുക്ക് നേരിട്ട് എത്താം. പക്ഷേ പിതാവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യനും ഒരു മധ്യസ്ഥനില്ലാതെ പിതാവിൻ്റെ അടുക്കൽ എത്താൻ പറ്റില്ല. ഈ അടുക്കൽ എത്തുക എന്ന് പറഞ്ഞാൽ പിതാവിനെ കുറിച്ചുള്ള അറിവിൽ പിതാവിനെ അറിയുക, പിതാവിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുക, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിൽ കൂടി മനുഷ്യരാശിക്ക് വേണ്ടി ഒരു വലിയ പ്ലാൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ പിതാവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമാണ് പിതാവിൽ എത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കർത്താവ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പം ഇതിനു മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യമൊന്നും അവർ ഗ്രഹിച്ചില്ല. പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ മറുപടി, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്നാണ്. ഞാനിത്ര കാലം നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? ഞാൻ തന്നെയാണ് പിതാവെന്ന് കർത്താവ് പറഞ്ഞില്ല. അത് പറയണമായിരുന്നു. നീ ഇത്ര കാലം ഇരുന്നിട്ടേ എന്നെ അറിയുന്നില്ലേ? ഞാൻ തന്നെയാ പിതാവ് എന്ന് കർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല. നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഫിലിപ്പോസ് കർത്താവിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? എന്താണ് ഫിലിപ്പോസ് അറിയേണ്ടത് കർത്താവിനെ കുറിച്ച്? നമ്മുടെ ചിന്തയിൽ ഫിലിപ്പോസ് കർത്താവിനെ കുറിച്ച് എന്താ മനസ്സിലാക്കണ്ടേ? കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനാണെന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കണം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കിയില്ലേ ഫിലിപ്പോസ് എന്നാ ചോദിച്ചത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയില്ല ഫിലിപ്പോസ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ നീ എന്നെ അറിഞ്ഞെങ്കിൽ പിതാവിനെ അറിഞ്ഞു. നീ എന്നെ കണ്ടെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം എന്താ? യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ പിതാവ് സ്വർഗത്തിലാണെന്നുള്ള ബോധ്യം ഉണ്ടാകത്തക്ക വിധത്തിൽ തന്നെയാണ് ശിഷ്യന്മാരോട് കർത്താവ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഇവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. ഞാനും പിതാവും ഒരാളല്ല, ഞാനും പിതാവും രണ്ട് പേരാണ്. ഞാൻ മകനും ദൈവം പിതാവുമാണ് എന്നുള്ള ആ തിരിച്ചറിവാണ്
ഇവർക്കുണ്ടാകേണ്ടത്. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? അപ്പൊ ഇതെന്താ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ പിതാവിൽ വസിച്ചുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്യും. യേശു അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് യേശുക്രിസ്തു ഇവിടെ ഓരോ കാര്യവും പ്രവർത്തിക്കുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇത്ര കാലം കൊണ്ട്? ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഉദ്ദേശമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു. പിതാവ് യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ യേശുക്രിസ്തുവിൻ്റെ സംസാരം, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി, ഇതെല്ലാം പിതാവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ബോധ്യം വരത്തക്ക രീതിയിലാണ് കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട്. അപ്പം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെയും പിതാവിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഒരു ഉദ്ദേശമാണ് എനിക്കും പിതാവിനുള്ളത്. അപ്പം അതുകൊണ്ട് രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് ആ വ്യക്തികൾ ഒന്നായിരിക്കണം എന്നല്ല. അഭിപ്രായത്തിൽ ഒന്നാകാം, ആശയങ്ങളിൽ ഒന്നാകാം, ഉദ്ദേശങ്ങളിൽ ഒന്നാകാം രണ്ട് വ്യക്തികൾ. ആസ്തിക്യത്തിൽ ഒന്നായിരിക്കാൻ പാടില്ല. കാരണം യേശുക്രിസ്തുവും ദൈവവും തമ്മിലുള്ള ബന്ധം പിതൃപുത്ര ബന്ധമാണ്. പിതൃപുത്ര ബന്ധം എന്ന് പറയുമ്പോൾ ഒരാൾ പിതാവാകണമെങ്കിൽ ഒരാൾക്കൊരു പുത്രനോ ഒരു പുത്രിയോ ഉണ്ടായി, എങ്കിൽ മാത്രമേ ഒരാൾക്ക് പിതാവായിരിക്കാൻ പറ്റൂ. അപ്പൊ ദൈവത്തിന് യേശുക്രിസ്തു എന്ന ഏകപുത്രനുള്ളത് കൊണ്ടാണ് ദൈവം പിതാവായിരിക്കുന്നത്. യേശുക്രിസ്തു ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയാണെങ്കിൽ ആ പിതാവിൽ നിന്ന് ജനിച്ചവനായിരിക്കണം യേശുക്രിസ്തു, അല്ലേ? അല്ലാതെ മറ്റൊരാളെ പിതാവെന്ന് വിളിക്കുമോ? ജഡപ്രകാരം വിളിക്കുകയല്ല, അല്ലേ? അവൻ്റെ അപ്പനാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരിക്കണം. അത് അങ്ങനെയുള്ളവരെ ഉള്ള ആളെ പിതാവെന്ന് വിളിക്കും. അപ്പോൾ പിതൃപുത്ര ബന്ധം, ആ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഈ ആസ്തിക്യത്തിൽ ഇവർ രണ്ടും രണ്ടാണ്. ഇപ്പം രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് വേദപുസ്തകം പറയാം. പഴയ നിയമത്തിൽ അധികവും പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. പുതിയ നിയമത്തിൽ അധികവും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. പുതിയ നിയമത്തിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സത്യമാണ് വെളിപ്പെടുന്നത്. പഴയ നിയമത്തിൽ യഹോവ എന്ന് യേശുവിൻ്റെ പിതാവിനെ കുറിച്ച് പഴയ നിയമം ഉടനീളം
വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന യഹോവയല്ല പുതിയ നിയമത്തിൽ വരുന്ന യേശുക്രിസ്തു. പഴയ നിയമത്തിൽ യഹോവയുടെ പുത്രനായി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. രണ്ടുപേർക്കും ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം എന്താ? ആദാമിനു വേണ്ടി ഒരു മറുവില, യേശുക്രിസ്തു ഒരു മറുവിലയാകണം. ആദാമിനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കണം. ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണം. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളെയെല്ലാം പിതാവും പുത്രനും ഒന്ന് തന്നെയാണ്. പിന്നെ പിതാവിനോടും പുത്രനോടും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന മറ്റൊരു വിഷയം, അതുകൂടെ ഒരു അല്പനേരം ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി പറയാം. 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പിതാവിനെയും പുത്രനെയും ഈ 14-ാം അധ്യായത്തിൽ പറയുമ്പോൾ 16-ാം വാക്യത്തിൽ ഒരു കാര്യസ്ഥനെ കുറിച്ച് പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ഉദ്ദേശങ്ങൾ നിറവേറ്റുന്ന ഒരു കാര്യസ്ഥൻ. ആ വാക്യം വായിച്ച് 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്കും തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. മതി. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോയതിന് ശേഷം പരിശുദ്ധാത്മാവെന്ന ഒരു കാര്യസ്ഥനെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കേണ്ടതിന് അയച്ചു കൊടുത്തു. യേശുക്രിസ്തു ഇനി ജഡത്തിൽ ശിഷ്യന്മാരോടുകൂടെ ഇരിക്കാവുന്ന അവസ്ഥയിലല്ല. പുനരുത്ഥാന ശേഷം യേശുക്രിസ്തു ആത്മസ്വരൂപനായി തീർന്നു. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് നടത്തുവാൻ പറ്റാത്ത പ്രകൃതിയിലാണ് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തത്. അവൻ അമർത്യ പ്രകൃതിയിലായി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്ന പോലെ തന്നെ അവരെ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യമാണ് പിതാവിനോട് അപേക്ഷിച്ചത്. ആ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് ലഭിച്ചപ്പോൾ ഒരു കാര്യസ്ഥൻ അവരോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവരെ നയിച്ചുകൊണ്ടിരുന്നത്. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ വീട്ടിൽ ഒരു കാര്യസ്ഥനുണ്ടായിരിക്കും. കാര്യസ്ഥൻ്റെ ഉടമസ്ഥതയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇപ്പോൾ പിതാവും പുത്രനും ഇപ്പോൾ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുകയാണ്. ഇത് കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതൊരാളാണെന്നുള്ള ചിന്തയാണ് പെട്ടെന്ന് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ അവനെന്നും പറഞ്ഞിരിക്കുന്നു. കാര്യസ്ഥനെന്നും അവനെന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ആളാണെന്നാണ്. ഇത് ഭാഷയുടെ ഒരു പ്രയോഗ രീതിയാണ്.
നപുംസകങ്ങളെ പുല്ലിംഗമായി വ്യവഹരിക്കുന്ന ഒരു രീതി ആര്യഭാഷയിലുള്ളതാണ്. നപുംസകങ്ങൾ, ഇത് സ്ത്രീലിംഗമല്ല, പുല്ലിംഗമല്ല. ഏത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ പദം സ്ത്രീലിംഗമല്ല, പുല്ലിംഗമല്ല, അത് നപുംസകമാണ്. അതുകൊണ്ട് നപുംസകങ്ങളെ പുല്ലിംഗമായിട്ട് പറയുന്ന ഒരു രീതി ആര്യഭാഷയിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനെന്നും അവനെന്നും പരിഭാഷ ചെയ്തിരിക്കുന്നു. അപ്പം ഈ രണ്ട് പദങ്ങളുടെ പേരിൽ പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്, അതിന് രൂപമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയും ഇല്ല. പരിശുദ്ധാത്മാവിനെ അളന്നു കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക, പരിശുദ്ധാത്മാവിൽ നിറയുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ഒരാളിനെ എങ്ങനെയാ പാനം ചെയ്യണേ? ഒരാളിൽ എങ്ങനെയാണ് നിറയണേ? പരിശുദ്ധാത്മാവ് ആവസിക്കുന്നു. എങ്ങനെയാ ആവസിക്കുന്നത്? എങ്ങനെയാ? ഒരു വസ്തുവല്ല അത്. ഒരു വസ്തുവാണെങ്കിൽ അങ്ങനെ ആവസിക്കാൻ പറ്റും. ഒരു വസ്തുവാണ് അതെന്നെങ്കിൽ അതിനെ പകരാൻ പറ്റുമോ? അപ്പോൾ ചില പ്രയോഗ രീതിയിൽ അങ്ങനെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ആളാണെന്ന് സ്ഥാപിക്കാൻ യാതൊരു ന്യായവും വേദപുസ്തകത്തിലില്ല. ആളാണെന്ന് സ്ഥാപിച്ചാലുള്ള കുഴപ്പം പരിശുദ്ധാത്മാവിൻ്റെ ജനനം എന്നാണെന്ന് പറയണം. ഒരാൾ ജനിക്കുമ്പോൾ അതിന് ആദ്യം ഉണ്ടാവില്ല, അല്ലേ? പരിശുദ്ധാത്മാവ് എന്നാ ജനിച്ചേ? പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? ഇങ്ങനെയെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പറയേണ്ടി വരും. മറ്റ് പല വാക്യങ്ങളിലും യേശുവിൻ്റെ ആത്മാവിനെയും പരിശുദ്ധാത്മാവെന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെയും പരിശുദ്ധാത്മാവെന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നിൽ കൂടുതലില്ലേ? പിതാവിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ ഏത് പരിശുദ്ധാത്മാവാണ് കൂടുതൽ നമ്മൾ മാനിക്കേണ്ടത്? ഏതാണ്? തൃത്വദൈവത്തിൽ ഇത് ഏത് പരിശുദ്ധാത്മാവിനെയാണ് ചേർക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്നാണ്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെങ്കിൽ യേശുവിൻ്റെ അപ്പൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് ആളാണെങ്കിൽ. പക്ഷേ അവന് അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന, അത്യുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് യേശുവിനെ കുറിച്ച് പറയണം, പരിശുദ്ധാത്മാവിൻ്റെ പുത്രൻ എന്ന് പറയണം. അപ്പോൾ രണ്ട് പിതാക്കന്മാർ തമ്മിൽ ബഹളാവും. ആകെ ഒരു മകനേ ഉള്ളൂ. ആരാണ് ശരിയായ അവകാശി? പിതാവായ ദൈവമാണോ അവകാശി? പരിശുദ്ധാത്മാവാണോ അവകാശി? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായാൽ അതിനൊന്ന് കൃത്യമായ മറുപടി പറയാൻ പറ്റാതെ. അപ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു. പിതാവായ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും തൻ്റെ ഭക്തന്മാരെ നയിക്കുവാനും നടത്തുവാനും അയക്കപ്പെടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്.
എന്ന് ഈ 14-ാം അധ്യായത്തിൽ നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞ് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം.